വിക്രമാദിത്യ കഥകൾ ഭാഗം 10. സത്യവതി. മഗധ രാജ്യത്തിൽ ഒരു കോടീശ്വരനുണ്ടായിരുന്നു. അയാളുടെ പുത്രിയും പുത്രനും മാനശാലി എന്ന മറ്റൊരു ആൺകുട്ടിയും കൂടി ബാല്യം മുതൽ ഇണപ്രാവുകളെ പോലെ കഴിഞ്ഞു വന്നു. സത്യവതി എന്നായിരുന്നു മഗധ രാജ്യത്തിലെ കോടീശ്വരനായ വ്യക്തിയുടെ മകളുടെ പേര്. അവൾ വളർന്ന് ഒരു സുന്ദരിയായി മാറി. അപ്പോൾ മാനശാലി എന്ന അവളുടെ കൂട്ടുകാരന് അവളോട് മോഹം തോന്നി. ഒരു ദിവസമെങ്കിലും അവളോട് കൂടി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവൻ നിശ്ചയിച്ചു. ആ വിവരം അവളെ അറിയിക്കുകയും ചെയ്തു. തൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഉടനടി അയാളുടെ അടുത്ത് ചെല്ലുന്നതാണെന്ന് അവൾ വാക്കുകൊടുത്തു. കുറച്ചു കാലത്തിനു ശേഷം സത്യവതി വിവാഹിതയായി. ആദ്യ രാത്രി ഭർത്താവിനോട് തൻ്റെ സത്യത്തെപ്പറ്റി പറഞ്ഞ് അനുവാദം വാങ്ങി അവൾ മാനശാലിയുടെ ഗൃഹത്തിലേക്ക് നടന്നു. പോകും വഴിക്ക് ഒരു കള്ളൻ അവളെ കാണുകയും കീഴടക്കാൻ ഒരുങ്ങുകയും ചെയ്തു. സത്യവതി പരമാർത്ഥമെല്ലാം അയാളോടും തുറന്നു പറഞ്ഞു. മാനശാലിയുടെ അടുക്കൽ പോയതിനു ശേഷം കള്ളൻ്റെ ആഗ്രഹം നിറവേറ്റാമെന്ന് വാക്കുകൊടുത്ത് അവൾ പിരിഞ്ഞു. മാനശാലിയെ കണ്ട് താൻ അയാൾക്ക് വഴങ്ങുവാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് സത്യവതി അറിയിച്ചു. അവളുടെ ആത്മാർത്ഥതയും സത്യവ്രതത്തിൻ്റെ ശക്തിയും കണ്ട് സന്തുഷ്ടനായ മാനശാലി അവളെ കളങ്കപ്പെടുത്താതെ വെറുതെ വിട്ടയച്ചു. മടങ്ങും വഴി അവളെ കാത്തിരിക്കുന്ന കള്ളൻ്റെ അരികിലെത്തി. വിവരമെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കശ്മലനായ അയാൾ പ്രസന്നനായി തീരുകയും അവൾക്ക് സന്തോഷപൂർവ്വം ചില സമ്മാനങ്ങൾ കൊടുത്ത് യാത്രയാക്കുകയും ചെയ്തു. സത്യവതി വീട്ടിൽ തിരിച്ചെത്തി. ഭർത്താവിനോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അവളുടെ ചാരിത്രശുദ്ധിയിൽ ഒരു പോറൽ പോലും വീണിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ആനന്ദത്തിന് അതിരുണ്ടായിരുന്നില്ല. വേതാളം ചോദിച്ചു, ഈ 3 പേരിൽ ആരുടെ പ്രവൃത്തിയാണ് അഭിനന്ദനീയം? വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു, എപ്പോഴും അധർമ്മം ചെയ്യുന്ന കള്ളൻ ഈ കഥയിൽ പ്രശംസ അർഹിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കുതിരയോടിയ വേതാളം മുരുക്കുമരത്തിൽ എത്തിച്ചേർന്നു. പതിവ് പോലെ അതിൽ തൂങ്ങിയാടാൻ തുടങ്ങി. കൂട്ടുകാരെ, വേതാളം പറഞ്ഞ അടുത്ത കഥയുമായി അടുത്ത ദിവസം വരാം. ബൈ.